എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പടം മോശമാകുമോ, കാരണം അതേ ടീം റിപ്പീറ്റ് ചെയ്യാണല്ലോ. പിന്നെന്താണ്, 3 പേരെ ശരിക്കും ആറാടിക്കണം. അങ്ങനെ അവർ അവസാനിക്കുന്ന ലാസ്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അങ്ങനെ അവർ അവസാനിക്കണം. പ്രൂഫ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ എക്സ്പീരിയൻസ്? 3 പടലിൽ ഇറങ്ങിയ ഞാൻ വിചാരിച്ചോളെ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു, ചെയ്താൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ഇറ്റാൻ പോകുന്ന ആവേശമായി. പക്ഷേ ആ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലോ. പിന്നെ 6 വർഷങ്ങൾക്ക് ശേഷം ഡൗട്ടായിരുന്നു, 50%. പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ പടം കൊണ്ട് മാത്രം പ്രതീക്ഷിച്ചുണ്ടായി. ആ ടീം രണ്ടാം റിപ്പീറ്റ് ചെയ്ത പ്രശ്നമാണ്. ജയഗണേഷ് കുഴപ്പമില്ല, ജയഗണേഷ് ഞാൻ കേട്ടിട്ട് മൈവൻ അമ്പയർക്കാട്ട് നല്ല റോള് ഉണ്ണിമുദ്രനാണ്. വർഷങ്ങൾക്ക് ശേഷം പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനെയും ശ്രീനിവാസനെയും കാണണമെന്ന് പറയാം. പിന്നെ നിവിൻ്റെ തിരിച്ചുവരവാണ്. നിവിൻ്റെ ഹ്യൂമർ ഉഗ്രനാണ്, ഒരു പ്രത്യേക ഹ്യൂമറാണ്, സീരിയസ് ഹ്യൂമർ എന്ന് പറയും. എനിക്ക് ദിലീപിനെക്കാട്ടിലെ ഹ്യൂമർ ഇഷ്ടം നിവിൻ്റെയാണ്. നിവിൻ ശരിക്കും സ്വന്തമായിട്ട് കളിയാക്കുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി. ലാഗല്ല, കുറച്ച് ക്ലാസ് മൂവിയാണ്, മാസ് അപ്പീലില്ല. സെക്കൻഡ് ഹാഫ് നിവിനോട് വരുമ്പോൾ കാണാൻ മാസ് അപ്പീലാണ്. പിന്നെ പ്രണവിൻ്റെ അഭിനയം പറഞ്ഞാൽ ലാലേട്ടൻ ദേവദൂതനിലും കമലത്തിലെ ജിരോല ആ മാനേഴ്സൊക്കെയാണ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസ്സും മാസും എല്ലാം കമ്പൈൻഡാണ്. പിന്നെ ഒരുപാട് താരനിരയുണ്ട്, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു പടം. ഒരു 5-ൽ 4.6 കൊടുക്കാം. സാധാരണ വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾക്ക് കുറച്ച് ക്രിഞ്ച് ഉണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. ക്രിഞ്ച് അടിക്കാറുണ്ട്. അപ്പോൾ ഈ പടത്തിൽ എത്രത്തോളം ഈ ക്രിഞ്ച് വെറുതെ അർത്ഥം അറിയില്ല, എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഭയങ്കര പരിപാടിയാണ് ക്രിഞ്ച് എന്ന് പറയുന്നത്. സാധാരണ നിവിൻ പോളി പടത്തിൽ അത് ഉണ്ടാവാറുണ്ട്, ഇതിലത്രയില്ല. അത്ര ഭയങ്കര ഇല്ല, ക്രിഞ്ചായിട്ട് തോന്നിയില്ല. അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ഗ്ലീസി ആയിട്ട് തോന്നിയില്ല. മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസാണ്. ഒപ്പം ഹ്യൂമറുണ്ട്. പ്രണവ് കുറച്ച് സീരിയസ് ഉള്ള ചെയ്തതാണ്. പ്രണവ് കള്ളുപിടിക്കാൻ ചെയ്യുന്ന ശരിക്കും ലാലേട്ടനെ പോലെയുണ്ട്. പിന്നെ എന്താണ്, എല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അജു വർഗീസ് ആസ് യൂഷ്വൽ കോമഡി തകർത്തുണ്ട്. അത് അങ്ങനെ അവർ അവസാനിക്കുന്ന ലാസ്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അങ്ങനെ അവർ അവസാനിക്കണം. സ്പൂഫായിട്ട് അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും സ്പൂഫില്ല. സാധാരണ ഇങ്ങനെ വരുമ്പോൾ സ്പൂഫ് വരലാണ്, സ്പൂഫില്ല. പിന്നെ എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് മാസാണ്. പിന്നെ ബേസിക്കലി മ്യൂസിക്കൽ ഹ്യൂമറസ് ഫിലിമാണെന്ന് പറയാം, ആ ജോണ്ടറാണ്. ഈ രണ്ടും വിനീത് ശ്രീനിവാസിൻ്റെ ഭാഗമാണ്. പിന്നെന്താണ്, 3 പേരെ ശരിക്കും ആറാടിക്കണം. ശരിക്കും പഴയ ലാലേട്ടൻ, അതായത് കമലത്തിൽ അഭിനയിച്ച പോലെ ശരിക്കും ആ കല്ലുപിടിക്കുന്ന സീനാണെങ്കിൽ എല്ലാം പഴയ ലാലേട്ടനാണ് ഓർമ്മ വരുന്നത്. പിന്നെ സുചിത്രമായിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ലാലേട്ടൻ്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആസ് എ മൂവി ഹൃദയമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടും. പ്രായമേ ഇവരുടെ യങ് ഡേയ്സും ഓൾഡ് ഡേയ്സും എല്ലാം കാണിക്കും. ഓൾഡ് ഏജ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ പോയി എല്ലാവരും കാണേണ്ട പടമാണ്. ഇത് ഹൃദയമാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആക്ഷൻ റൊമാൻസാണ് കുറവാണ്. സാധാരണ നിവിൻ പോളി വിനീത് ശ്രീനിവാസ് പടത്തിൽ റൊമാൻസ് അത്ര റൊമാൻസ് വരുന്നില്ല. മ്യൂസിക്കൽ കോമഡി ഫിലിമാണ്. കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്, ചീറ്റി പോയിട്ടില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ 5-ൽ 4.6 കൊടുക്കാം. ഇപ്പോൾ ഈ കുഴപ്പമാണ്, ഇപ്പോൾ PVRലുള്ള പടം മാറ്റിയിരിക്കുക, മലയാളം പടം റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഹിറ്റായിട്ട് മാറുന്നതാണ്. എന്തായാലും എനിക്ക് ഇപ്പോൾ റിപ്പോർട്ടനുസരിച്ച് ഏറ്റവും നല്ല ആവേശം പറയണം. പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നെയാണ് ജയഗണേഷ് വരുന്നത്. എനിക്ക് നല്ല പടമാണ്. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു പടം മോശമാകുമോ, കാരണം അതേ ടീം റിപ്പീറ്റ് ചെയ്യാണല്ലോ. പിന്നെ വിനീത് ശ്രീനിവാസൻ പടം കൊണ്ടാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ക്രിഞ്ചിനും സംഭവം സാധാരണ വിനീത് ശ്രീനിവാസൻ പടങ്ങളിൽ വരുന്നതാണ്, അതിൽ വന്നിട്ടില്ല.